നമസ്കാരം. സിംപ്ലിഫൈഡിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യാൻ പോകുമ്പോൾ അവിടെ ചൂഷണം ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്, അല്ലേ? പല രീതിയിലുള്ള ചൂഷണങ്ങളുണ്ട്. ഫൈനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, മെന്റൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, പ്രൊഫഷണൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, ജെൻഡർ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്. ഇനി ആ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടുപോവാണ് കേട്ടോ. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് പ്രൊഫഷണൽ എക്സ്പ്ലോയിറ്റേഷനെ പറ്റിയിട്ടാണ്. എന്താണ് പ്രൊഫഷണൽ എക്സ്പ്ലോയിറ്റേഷൻ? അത് നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയിൽ അതിന് നമുക്ക് എത്ര വേതനമാണോ കിട്ടേണ്ടത് അതിനെക്കാട്ടിയും താഴ്ത്തി തരുന്ന ഒരു സിറ്റുവേഷനാണ് പ്രൊഫഷണൽ എക്സ്പ്ലോയിറ്റേഷൻ. ഇത് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ഒരു ജോലിക്ക് കറക്റ്റായിട്ടുള്ള ഫൈനാൻഷ്യൽ അപ്രൈസൽ മാത്രമല്ലാതെ നമുക്ക് വേർബൽ ഒരു ഇൻസ്പിറേഷനും കൂടെ തരണം എന്നാണ് നമ്മുടെ ലീഗൽ സിസ്റ്റം പറയുന്നത്. പക്ഷെ പല സ്ഥലങ്ങളിലും നമ്മൾ എത്ര നന്നായിട്ട് പണിയെടുത്താലും വേർബലി ഒരു അപ്രിസിയേഷനോ അല്ലെങ്കിൽ അതിനൊരു സർട്ടിഫിക്കറ്റ് തരുമോ അല്ലെങ്കിൽ ഒരു ബോണസ് തരുമോ ജോലിയിൽ വേതനത്തിൽ കൂട്ടിത്തരുമോ ഒന്നും ചെയ്യാറില്ല. ഇത് തന്നെയാണ് പലയിടത്തും നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രൊഫഷണൽ എക്സ്പ്ലോയിറ്റേഷനെ പറ്റിയിട്ടാണ്. നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഫേസ് ചെയ്യുന്നുണ്ടോ, പ്രൊഫഷണൽ എക്സ്പ്ലോയിറ്റേഷൻ ഫേസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നെങ്ങനെ അറിയാൻ പറ്റും? ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ലോജിക്കലായിട്ട് നമ്മളുടെ വർക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അത് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഡോക്യുമെന്റേഷൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ക്രിയേറ്റീവായിട്ടൊരു വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഒരു വീഡിയോ എഡിറ്റർ ആവാം, അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് ഡിസൈനർ ആവാം, അല്ലെങ്കിൽ ഒരു വെബ് ഡിസൈനർ ആവാം, എന്തോ ആയിക്കോട്ടെ. നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ എമൗണ്ട് എത്രയാണെന്ന് നിങ്ങളൊന്ന് എഴുതി വെക്കണം. ഒരാഴ്ച നിങ്ങളിപ്പോൾ ഇത്രയും വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് എഴുതി വെച്ചിട്ട് അതിനൊരു വാല്യൂ ഇടണം. നമ്മൾ മേടിക്കുന്ന സാലറിയെക്കാട്ടിലും നമ്മളൊരു 4 ഇരട്ടി വർത്ത് വരുന്ന ഒരു ജോലിയാണ് നമ്മൾ ഓരോ കമ്പനിയിലും എടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയെക്കാട്ടിലും 10 ഇരട്ടിയോ 12 ഇരട്ടിയോ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇമോഷണലി അല്ല, പകരം ലോജിക്കലിയാണ് അനലൈസ് ചെയ്യേണ്ടത്. സോ ദ ടിപ്പ് നമ്പർ 1 is ലോജിക്കൽ അനാലിസിസ്. നമ്മൾ ആദ്യം നമ്മളെപ്പറ്റി മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളുടെ വേർത്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ നമുക്ക് ഒരു പ്രൊഫഷണൽ എക്സ്പ്ലോയിറ്റേഷൻ നമ്മുടെ അടുത്ത് ആൾക്കാർ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. നമ്മൾ അനാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓവറോൾ നമ്മൾ ആ കമ്പനിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ അതുവരെ കമ്പനിക്ക് കൊടുത്തിട്ടുള്ള എല്ലാ കോൺട്രിബ്യൂഷൻസ് നമ്മൾ ലോജിക്കലി ഒന്ന് നോക്കണം. നമ്മൾ ഇമോഷണലി നോക്കിക്കഴിഞ്ഞാൽ നമ്മളായിരിക്കും രാവിലെ നമ്മൾ വരുന്ന ഇത്രയും വർക്ക് ചെയ്യുന്ന എന്നിട്ട് കമ്പനി എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, അങ്ങനെയാണ്. കമ്പനി നമ്മളിൽ വെക്കുന്ന ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ആ എക്സ്പെക്റ്റേഷൻ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടോ, അത് മീറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതലായി നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. സോ ദ ടിപ്പ് നമ്പർ 2 is ട്രാക്ക് യുവർ കോൺട്രിബ്യൂഷൻ. എന്നിട്ട് അത് കമ്പനി എക്സ്പെക്റ്റേഷൻ ആയിട്ടും നമ്മളുടെ എക്സ്പെക്റ്റേഷൻ ആയിട്ടും താരതമ്യം ചെയ്ത് നോക്കണം. ഇത് രണ്ടും നമ്മൾ മീറ്റ് ചെയ്തതിന് ശേഷം അതിനെക്കാട്ടിലും കൂടുതൽ കോൺട്രിബ്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആൻഡ് ഈവൻ ആഫ്റ്റർ ദാറ്റ് ഇഫ് വി ആർ നോട്ട് ഗെറ്റിംഗ് എനി ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്, ദെൻ നമ്മൾ തീർച്ചയായിട്ടും പ്രൊഫഷണൽ എക്സ്പ്ലോയിറ്റേഷൻ ഫേസ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ ഇമോഷണലി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര പണിയെടുക്കുന്നതായിട്ട് തോന്നും. പക്ഷെ നമ്മൾ അനലൈസ് ചെയ്ത് നമ്മളത് ട്രാക്ക് ചെയ്ത് കമ്പനി എക്സ്പെക്റ്റേഷനും നമ്മുടെ എക്സ്പെക്റ്റേഷനായിട്ട് മേർജ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ എക്സ്പെക്റ്റേഷൻ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടാവും, കമ്പനി എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ അവിടെ പ്രൊഫഷണൽ എക്സ്പ്ലോയിറ്റേഷൻ ഒന്നും നടക്കുന്നില്ല. പകരം നമ്മളുടെ കാലിബർ നമ്മൾ കൂട്ടുകയാണ് ചെയ്യേണ്ടത്, നമ്മുടെ ഇൻപുട്ട് നമ്മൾ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. നമ്മളൊരു വർക്ക് ടീം മെമ്പറായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ടീം ലീഡറായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ വർക്ക് അസൈൻ ചെയ്ത് കിട്ടും, അല്ലേ? നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഇപ്പോൾ ഒരു 8 മണിക്കൂർ വർക്കാണ്, ഓവർ ടൈം ഇല്ലാത്ത വർക്കാണെങ്കിൽ ഒരു 8 മണിക്കൂറോ 6 മണിക്കൂറോ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ നമുക്കൊരു 10 മണിക്കൂറിൻ്റെയോ 12 മണിക്കൂറിൻ്റെയോ വർക്ക് തന്നാൽ ഹ്യൂമൻലി നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടിലും കൂടുതലായി, വളരെ കൂടുതലായി അവർ നമുക്ക് വർക്ക് അസൈൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എക്സ്പ്ലോയിറ്റേഷൻ്റെ ഒരു സിമ്പലാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ
Tip number 3 comes into handy. Remember to say no in a politely and professional manner. Say no when it is required. അപ്പോൾ നമ്മൾ പറയണം, ഓക്കെ, ഒരു ദിവസത്തിൽ എനിക്ക് ഇത്രയാണ് ചെയ്യാൻ പറ്റുന്നത്, കുഴപ്പമില്ല, ഞാൻ കുറച്ചും കൂടെ ചെയ്യാം, പക്ഷെ അതിനെക്കാളും കൂടുതൽ തന്നാൽ ഒന്നുകിൽ നാളത്തേക്കേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് പറയാൻ നമ്മൾ മടിക്കരുത്. പലയിടത്തും നമ്മളൊരു ടീം മെമ്പറായി വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ടീം ലീഡറായി വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മാനേജ്മെൻ്റ് അടുത്ത് നമ്മൾ ചെയ്യുന്ന വർക്ക് ലോഡ് കൂടുതലാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി നമുക്ക് തിരിച്ച് റിട്ടേൺസ് കിട്ടുന്നില്ല എന്നൊക്കെ നമ്മൾ ഡയറക്റ്റായിട്ട് പോയി പറയാൻ നിന്ന് കഴിഞ്ഞാൽ അവർക്കൊരു റെഡ് ഫ്ലാഗ് ആണ്. അവർക്ക് തീർച്ചയായിട്ടും അവർ വിചാരിക്കുമ്പോൾ ഇവർ ഭയങ്കര അത്യാഗ്രഹിയാണ്, എത്ര പൈസ കൊടുത്താലും അവരുടെ ആഗ്രഹം തീരുന്നില്ല, എപ്പോഴും ഇങ്ങനെ റേസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ വരും. അപ്പം നമുക്കൊരിക്കലും ഡയറക്റ്റായിട്ട് നമ്മൾ പോയിട്ട് നമ്മുടെ റേസോ അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട അപ്രിസിയേഷനോ ചോദിച്ച് വാങ്ങാൻ നിൽക്കരുത്. പകരം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത്, നമ്മളുടെ കരിയർ ഗ്രോത്തിന് ആവശ്യമുള്ള കോൺവെർസേഷൻസ് കൊണ്ടുവരാം. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ടീം ലീഡറിൻ്റെ അടുത്താണെങ്കിൽ, നമ്മൾ ടീം മെമ്പർ ആണെങ്കിൽ ലീഡറിൻ്റെ അടുത്ത്, നെക്സ്റ്റ് ആരുടെ അടുത്താണോ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ അടുത്ത് നമ്മൾ പറയണം, നമ്മൾ ഇത്ര ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, ഇത് നമ്മൾ കുറച്ചും കൂടെ കൂട്ടുകയാണെങ്കിൽ എന്താണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്നുള്ളത് ചോദിക്കണം. അപ്പോൾ അവരും വിചാരിക്കും, ഓക്കെ, അവരിപ്പോൾ ഇത്രയും ചെയ്യുന്ന വർക്ക് കുറച്ചും കൂടെ കൂട്ടുകയാണെങ്കിൽ നമുക്കൊരു ബെനിഫിറ്റ് കൊടുത്താൽ കമ്പനിക്കും ബെനിഫിറ്റ് കിട്ടുന്നതാണല്ലോ. അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഗ്രോത്ത് കോൺവെർസേഷൻസ് നമ്മൾ നിർബന്ധമായും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് കൊണ്ടുവരണം. ആൻഡ് ദാറ്റ് ടു ഇൻ എ വെരി പ്രൊഫഷണൽ, ലോജിക്കൽ ആൻഡ് നോൺ ഇമോഷണൽ മാനർ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഒരിക്കലും സെൻറ്റിമെൻ്റലായിട്ട്, അയ്യോ ഞാനിവിടെ രാവിലെ തൊട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്നിട്ട് ശമ്പളം തരുന്നില്ല, നിങ്ങൾ ശമ്പളം കൊടുത്തരും, ഇങ്ങനെയൊന്നും പറയില്ല. അതൊന്നും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അല്ല. പകരം നമ്മൾ ഇത്രയും ചെയ്യുന്നുണ്ട്, ഇത്രയും റിട്ടേൺസ് കമ്പനിക്ക് കൊണ്ടുതരുന്നുണ്ട്, അപ്പം അതിൻ്റെ ഒരു 1/4 അല്ലെങ്കിൽ 1/5 നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്നുണ്ട്, നമ്മൾ ഇത്രയും വർഷമായിട്ട് ഇവിടെ നിൽക്കുകയാണ്, എന്താണ് എൻ്റെ നെക്സ്റ്റ് ഗ്രോത്ത് സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞ് പോസിറ്റീവായിട്ടുള്ള ഗ്രോത്ത് കോൺവെർസേഷൻ കൊണ്ടുവരാം. സോ ദ ടിപ്പ് നമ്പർ 4 is bring in positive growth conversation with the person you are reporting. പലയിടത്തും എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതിനെക്കാട്ടിലും കൂടുതലാണ്. ചിലയിടത്ത് കുറേ മാസങ്ങളായിട്ട് അവർ വർക്ക് ചെയ്തിട്ട് ശമ്പളം കൊടുക്കാത്ത സ്ഥലങ്ങളുണ്ട്. ചിലയിടത്ത് അവരുടെ ശമ്പളം എപ്പോഴും ഒരു 2 മാസം കുടിച്ചു കേട്ട് കൊടുക്കുന്നുണ്ട്. ചിലയിടത്ത് അവരെ കൊണ്ട് എത്ര പണിയെടുപ്പിച്ചിട്ടും അവരുടെ പോസിറ്റീവ്സ് ഒന്നും തന്നെ എടുത്ത് കാണിക്കാതെ പകരം അവരെന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ അത് പറഞ്ഞ് വേദനിപ്പിച്ച് ആ ഒരു മെന്റൽ എന്താ പറയുക, ഒരു ട്രോമാറ്റിക് സിറ്റുവേഷനിൽ കൊണ്ടുപോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള പല കമ്പനീസിലും ആൾക്കാരുടെ മെന്റൽ ഹെൽത്ത് ഭയങ്കര റിസ്കിലാണ് നിൽക്കുന്നത്. ആൻഡ് ഓൾസോ വെൻ യു ആർ നോട്ട് ഹാപ്പി അറ്റ് എ പ്ലേസ് യു ആർ വർക്കിംഗ്, തീർച്ചയായിട്ടും അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും റിഫ്ലക്റ്റ് ചെയ്യും. നമ്മളെല്ലാവരും ജോലിക്ക് പോകുന്നത് നമുക്ക് ആവശ്യത്തിന് പൈസ ഉണ്ടാക്കി, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്നതായാലും നമ്മൾക്ക് ആവശ്യത്തിന് പൈസ ഉണ്ടാക്കി ഹാപ്പി ആയിട്ട് ജീവിക്കാനാണ്. അപ്പോൾ നമ്മൾ പോകുന്ന ഒരു വർക്ക് പ്ലേസിൽ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ that is where you need to apply tip number 5 and the most important tip, know when to leave. It is not a crime to change jobs. ഒരിക്കലും നമ്മളൊരു ജോലിയിൽ നിന്ന് വേറൊരു ജോലിയിലേക്ക് മാറുന്നത് തെറ്റേ അല്ല. നമ്മൾ ഒരു കമ്പനിയിൽ നിൽക്കേണ്ട ഒരു മിനിമം ടൈം എന്ന് പറയുന്നത് 2 വർഷമാണ്. നമ്മളൊരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് ഒരു 3 മാസത്തിനകത്ത് 6 മാസത്തിനകത്ത് 1 വർഷത്തിനകത്ത് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു റെസ്യൂം കാണുമ്പോൾ അടുത്ത എംപ്ലോയി ചെയ്യാൻ പോകുന്ന ആൾ, ഹയർ ചെയ്യാനായിട്ട് പോകുന്ന ആൾ വിചാരിക്കും ഇവരെന്താ എല്ലാം 1 വർഷത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ, 6 മാസത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നാണ്. പക്ഷെ ഒരു കമ്പനിയിൽ നമ്മൾ ജോയിൻ ചെയ്ത് മിനിമം 2 ഇയേഴ്സ് നിന്നതിന് ശേഷം മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദാറ്റ് ഈസ് ഫോർ യുവർ പേഴ്സണൽ ഡെവലപ്മെന്റ്. നമ്മൾ ഒരു കമ്പനിയിൽ കുറേ വർഷം നിൽക്കാൻ പാടില്ല. നമ്മളൊരു കമ്പനിയിൽ ഒരു 10 വർഷം 12 വർഷമൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വി വിൽ ബിക്കം റെസിസ്റ്റന്റ് ടു ചേഞ്ച്. നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ടോ, ആ കമ്പനി കാണാതെ അറിയാൻ പറ്റും, അവിടുത്തെ ആൾക്കാരുമായിട്ടൊരു ബോണ്ടിങ് വരും. അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ വിചാരിക്കും നല്ല സാലറി കിട്ടിയാലും വി വിൽ നോട്ട് ബി റെഡി ടു മൂവ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പാണ് കോർപ്പറേറ്റ് ലൈഫിൽ നോ വെൻ ടു ലീവ്. നിങ്ങളൊരു ജോലി മാറുന്ന സമയത്ത് തീർച്ചയായിട്ടും അടുത്തൊരു ജോലി നോക്കി ഏകദേശം എന്തെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ച് വെച്ചിട്ട് മാത്രം മാറുക. പെട്ടെന്ന് ഒരു ഇമോഷണൽ ഔട്ട്ബേഴ്സിൽ ഈ വീഡിയോ കണ്ട ഉടനെ എനിക്ക് എക്സ്പ്ലോയിറ്റേഷനാണ്, ഞാൻ ഇന്നോട്ട് ജോലിക്ക് മാറുകയാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് വിട്ടിട്ട് പോരുത്, നമ്മളുടെ പേഴ്സണൽ ലൈഫ് കട്ടുപോകുകയാവും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. സോ
ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അവരുടെ വർക്ക് പ്ലേസിൽ നല്ലൊരു ഹാപ്പി വർക്കിംഗ് എൻവയറൺമെന്റ് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. നിങ്ങൾക്കൊപ്പം സിന്ധു നന്ദകുമാർ, കോർപ്പറേറ്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ആത്മസൂത്ര മൈൻഡ് കെയർ. താങ്ക് യു.